കൃഷിപ്പണിയും അതുപോലെ ഈ ഓടക്കുഴൽ സംഗീത ജീവിതവും എങ്ങനെയാണ് മേസ്തിരി ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? എന്നു പറഞ്ഞാൽ ഞാൻ ഈ പകൽ സമയത്ത് എല്ലാം ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഒരു ഒരു 6:30 വീട്ടിൽ വന്ന് കുടിയെല്ലാം കഴിഞ്ഞ് ഈ ഓടക്കുഴൽ വായിക്കും. മഞ്ഞണിഞ്ഞ മാമലയില്ലയ്യപ്പ, പൊന്നണിഞ്ഞ കോവിലില്ലയ്യപ്പ, എന്നും വാണരുളും അയ്യപ്പ. ഹായ്, ടിജോയാണ്. ഞാനിപ്പോൾ എൻ്റെ സ്വന്തം നാടായ മൂലമറ്റത്താണ്. ഞാനിന്നൊരു കലാകാരനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ അറക്കുളം 12 മൈൽ സ്വദേശിയായ ചെല്ലപ്പ മേസ്തിരിയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ഓടക്കുഴലിലൂടെ വിസ്മയം തീർക്കുന്നതാണ്. വില്ലേജ് വ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെല്ലപ്പ മേസ്തിരി, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പം മേസ്തിരി എങ്ങനെയാണ് ഈ ഓടക്കുഴൽ ജീവിതത്തിലേക്ക് എത്തിയത് എന്ന് പറയാം? ഈ ഓടക്കുഴൽ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ അച്ഛൻ ഈ ഓടക്കുഴൽ വായനയെ പറ്റി കുറേശ്ശൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര താല്പര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ തുല്യം ഞാൻ സ്നേഹിക്കുക ഈ ഓടക്കുഴൽ വായിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനങ്ങ് പല ആൾക്കാരുടെ ഞാൻ ചോദിച്ചു, എന്നെ ഓടക്കുഴൽ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നിലവിൽ? അപ്പോൾ അവർ നിലവിൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും 10-15 വയസ്സിൽ പ്രായമുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ പ്രായമൊക്കെ ഉണ്ടാകട്ടെ എന്നെല്ലാം പറഞ്ഞു. അപ്പം അതിൻ്റെ പേരിൽ ഞാനിങ്ങനെ ആലോചിച്ചപ്പം അന്നൊരു ഉത്സവ കാലഘട്ടത്തിൽ അന്ന് 4 അണയുള്ളൂ ഒരു ഓടക്കുഴലിന്. അപ്പോൾ ഞാൻ ആ 4 അണ മേടിച്ച് ഓടക്കുഴലിന് മേടിച്ച് ഈ നെറ്റിക്കാട്ട് കൃഷ്ണാമ്പലത്തിൽ അറക്കുളം നെല്ലിക്കാട് കൃഷ്ണ അമ്പലത്തിൻ്റെ അവിടെ പോയി നട കൊണ്ടുവന്നിട്ട് ഭഗവാനെ എന്നെ ഒന്ന് പഠിപ്പിക്കണം. ഞാൻ ആൾക്കാർ ചോദിച്ചിട്ടൊന്നും സാധിക്കുന്നില്ല. അതിൻ്റെ ഭഗവാൻ പഠിപ്പിക്കണം പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവിടെ വെച്ച് തുടങ്ങിയത്. അങ്ങയുടെ ഗുരു ആരാണ്? അതുപോലെ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്? ഗുരു എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ് ഓടക്കുഴൽ കുറേശ്ശെ വായിക്കാറുണ്ട്. അങ്ങനെ ഞാൻ കേട്ടാണ് ഈ ഓടക്കുഴൽ കുറച്ച് പഠിക്കാന്നുള്ളത്. പഠിച്ചു പരിശീലനമൊക്കെ എങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്? പരിശീലനം ഞാൻ ഇന്നും രാവിലെ വൈകുന്നേരം എന്നൊരു അരമണിക്കൂർ ഇത് വായിക്കും. ഒറ്റ ദിവസം പോലും മെനക്കെടാതെ എല്ലാം വായിക്കും. എന്നിട്ട് വായിച്ച് പഠിക്കുന്ന ഇതിൻ്റെ ഈ സലീമയൊക്കെ ഞാൻ കടലാസിൽ എഴുതിയെല്ലാം മുന്നോട്ടും പുറകോട്ടൊക്കെ എഴുതി അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം പഠിച്ചെടുത്തത്. അങ്ങനെയാണ് ഞാൻ ഒരു വായിക്കാൻ പറ്റും. ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രമേ വായിക്കാറുള്ളൂ അതോ വേറെ ഏതെങ്കിലും മതത്തിന്റെ ഭക്തിഗാനങ്ങളൊക്കെ വായിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഒന്ന് വായിക്കാവോ? ഞാൻ ഹിന്ദു ഭക്തിഗാനങ്ങളും ക്രിസ്തീയ ഭക്തിഗാനങ്ങളും ഞാൻ പാടുന്നുണ്ട്. പൊതുസമ്മേളനത്തിനും പൊതുയോഗത്തിലൊക്കെ പാടുന്ന. അപ്പൊ നമുക്കൊരു ക്രിസ്ത്യൻ ഭക്തിഗാനം ആലോചിക്കാവോ? ക്രിസ്ത്യൻ ഭക്തിഗാനം. എല്ലാ മതവിഭാഗക്കാരുടെ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടോ? അവിടെ പോയി ഓടക്കുഴലൊക്കെ വായിക്കാറുണ്ടോ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ എല്ലാ മതങ്ങളിലും പോയി ഓടക്കുഴൽ വായിക്കാറുണ്ട്. കാരണം നമ്മുടെ അമ്പലങ്ങൾ മുഴുവൻ പോയി പാടിയിട്ടുണ്ട്. ഒരു നല്ല സംഭവം അവർ വന്നിട്ടുണ്ട്. എല്ലാം നല്ലതാണ്, സന്തോഷത്തോടു കൂടി അവർ എന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ NSSന്റെ അവിടെ പൊതുയോഗം നടക്കുമ്പോൾ അവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെയും ഓടക്കുഴൽ വായിച്ചിട്ടുണ്ട്. പിന്നെ ഗുരുമന്ദിരത്തിലെ സെക്രട്ടറിയും പ്രസിഡന്റും കഴിഞ്ഞാൽ എല്ലാം അവിടെ വാർഷികം വരുമ്പോൾ എന്നെ വിളിക്കും. ഗുരുദേവൻ്റെ ഈ വായിക്കാൻ വേണ്ടി. അതിന് ഞാൻ പോയി വായിക്കാറുണ്ട്. അങ്ങനെ അതുപോലെ ക്രിസ്ത്യൻ പള്ളിയിലെ തുമ്പച്ചിയിൽ പോയി ഞാൻ കൃത്യം പാടിയിട്ടുണ്ട്. ഓലിക്കനത്തിൻ്റെ കാലഘട്ടത്തിൽ പോയി പാടിയിട്ടുണ്ട്. എല്ലാവരിൽ നിന്നും നല്ല അഭിപ്രായങ്ങളാണ് നമുക്ക് ഒന്ന് കൂടിയിരിക്കുന്നത്. അപ്പൊ അങ്ങ് ഉപയോഗിക്കുന്ന ഈ ഓടക്കുഴലിൽ സമ്മാനമായിട്ട് കിട്ടിയതല്ലേ? അത് ആരാണ് സമ്മാനമായിട്ട് തന്നത്? സമ്മാനം ആദ്യം ഞാൻ ഈ പടത്തെ ഒരു അമ്പലത്തിൽ പോയിരിക്കുന്ന തിരുമേയുടെ വീട്ടിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയുടെ സമയത്ത് ഒരു ഉച്ച സമയത്ത് ഞാൻ ഈ തിരുമേയുടെ പൂജാമുറിയിൽ നിന്ന് പൂജാമുറിയിൽ നിന്നും 2 ഓടക്കുഴൽ ഒരെണ്ണം ഞാൻ എടുത്ത് പോയി. അപ്പോൾ അത് തിരുമേനി അത് ദൂരെ നിന്ന് കേട്ടു. തിരുമേനി എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഭംഗിയായിട്ടുണ്ട്, അത് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെയാണ് സമ്മാനമായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞത്. ആ ഓടക്കുഴൽ വിട്ട് ഇപ്പോൾ 15 വർഷമായി. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഭക്തിഗാനം ആലപിക്കാവോ? മഞ്ഞണിഞ്ഞ മാമലയില്ലയ്യപ്പ, പൊന്നണിഞ്ഞ കോവിലില്ലയ്യപ്പ, എന്നും വാണരുളും അയ്യപ്പ, ശരണ തിരുശരണം സ്വാമി.
ഈ മേസ്ത്രി പണിയും അതുപോലെ ഈ ഓടക്കുൾ സംഗീത ജീവിതവും എങ്ങനെയാണ് മേസ്ത്രി ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? എന്നു പറഞ്ഞാൽ ഞാൻ ഈ പകൽ സമയത്ത് എല്ലാം ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഒരു ഒരു 6-6 വീട്ടിൽ വന്ന് കുടിയെല്ലാം കഴിഞ്ഞ് ഈ ഓടക്കുഴൽ വായിക്കും. അത് ഒറ്റ ദിവസം പോലും മെനക്കെടാതെ ഞാൻ അത് വായിക്കും. അങ്ങനെ എനിക്ക് ആത്മാർത്ഥമായിട്ട് ഒരു ഓടക്കുഴൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ജീവനൊക്കെ പോലും ഉപയോഗിക്കുന്നതാണ്. മേസ്ത്രി 15 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ് ഈ ഓടക്കുഴൽ വായന. ഇപ്പം മേസ്ത്രിക്ക് എത്ര വയസ്സുണ്ട്? എനിക്കിപ്പം 78 വയസ്സുണ്ട്. അപ്പം അതുപോലെ മേസ്ത്രി ഇപ്പോഴും അങ്ങനത്തെ ജോലികൾക്ക് പോകാറുണ്ടോ? മേസ്ത്രി പണിക്ക് പോകാറുണ്ടോ? പോകാറുണ്ട്. യാതൊരു ക്ഷീണമില്ല, നല്ല ഇതായിട്ട് പോകുന്നുണ്ട്. ഈ ആരോഗ്യത്തിന്റെ പിന്നിലെ രഹസ്യം എന്തൊക്കെയാണെന്ന് പറയാം? ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഞാൻ 5 മണിക്ക് വെളുപ്പിന് 5 മണിക്കായിട്ട് ഒരു 35 മിനിറ്റ് ഞാൻ യോഗ വെളുപ്പിന് യോഗ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. മാനസമൈനേ വരൂ, മധുരം നുള്ളി തരൂ, നിന്നരുമപ്പൂവാടിയിൽ നീ തേടുവതാരേ ആരേ, മാനസമൈനേ വരൂ. വീട്ടുകാരും ഈ സംഗീതത്തിനുള്ള മേസ്ത്രിക്കുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് വിശദമായി പറയാമോ? പറയാം. നമ്മൾ അവരെ സംബന്ധിച്ച് അവർക്ക് നമ്മുടെ വീട്ടിലുള്ള ഭാര്യയ്ക്കാണെങ്കിലും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് അവർക്ക്. അമ്പലത്തിൽ പോയി പാടുവാണെങ്കിൽ പള്ളിയിൽ പോയി പാടുക, എവിടെയാണെങ്കിലും അവർക്ക് സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. പിന്നെ ആമക്കളാണെങ്കിൽ അവർ 2 പേരും കലാകാരന്മാരാണ്. പിന്നെ നമ്മുടെ ഭാര്യയാണെങ്കിൽ ഒരു കുറേശ്ശൊക്കെ പാടും. നമ്മുടെ പാട്ട് കേട്ട് പഠിച്ചതാണ്. സംഗീതവും എല്ലാം ഉള്ളൊരു കലാകുടുംബമാണ് നമ്മുടെ, അല്ലേ? അതെ. അപ്പോൾ ഇത്ര നേരം തന്റെ സംഗീത ജീവിതത്തെക്കുറിച്ചും സ്വന്തം വ്യക്തി ജീവിതത്തെക്കുറിച്ചും അതുപോലെ കുറെ ഗാനങ്ങളൊക്കെ നമുക്ക് ആലപിക്കുകയും ചെയ്ത ചെല്ലപ്പൻ മേസ്ത്രിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇനി ഇതുപോലെ ഒരുപാട് വർക്കുകൾ അല്ലെങ്കിൽ ഗാനമേളകളും അതുപോലെ കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.